ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ മോട്ടറോളന്റെ ഒരു അടിപൊളി ലോ ബഡ്ജറ്റ് ഫോണായിട്ടാണ് വന്നിട്ടുള്ളത്. മോട്ടോ G35 5G എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന ഒരു അടിപൊളി ഫോണാണിത്. 11,000 രൂപയുടെ താഴെ മാത്രമാണ് ഇതിനൊരു പ്രൈസും വരുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു 11,000 രൂപയുടെ താഴെ 5G ഫോൺ വേണം എന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണും കൂടെയാണിത്. അപ്പോൾ ഈ ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് എന്നൊക്കെ നോക്കിയതിനു ശേഷം നമുക്ക് ഫോണിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ആക്കിയിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഫോണിൻ്റെ കൂടെ തന്നെ നമുക്ക് സിലിക്കോൺ കേസ് കിട്ടുന്നുണ്ട്, യൂസർ മാനുവൽ, ഇതിൻ്റെ കൂടെ തന്നെ സിം എജക്റ്റിംഗ് ടൂള്, ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി ടു USB കേബിള്. അപ്പോൾ ഇത്രയോളം ബോക്സിൽ ഇതൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ഫോൺ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണിൻ്റെ ഫസ്റ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. 3 കളറിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ള ലീഫ് ഗ്രീന്, റെഡ്, പിന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക്. അപ്പൊ ഈ ലീഫ് ഗ്രീനും റെഡ് കളറാണ് ഒരു ലെതർ ഫിനിഷിൽ വരുന്നത്. ഇതിൽ വരുന്ന മിഡ് നൈറ്റ് ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പൊ മോട്ടറോളന്റെ ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ലെതർ ഫിനിഷിൽ വരുന്ന ബോഡിയാണ്. ഇങ്ങനെ ലെതർ ഫിനിഷ് വരുന്നത് കൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ സ്ക്രാച്ച് ആവുക അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റിന്റെ അടയാളം ഒന്നും തന്നെ വരില്ല. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചളി പിടിക്കും. പ്രീമിയം വാഗൺ ലെതർ ഡിസൈൻ എന്നാണ് കമ്പനി ഇതിന് പറയുന്നത്. ഇപ്പൊ മോട്ടോളന്റെ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇപ്പൊ വന്ന ഫോണിന്റെ ബാക്ക് സൈഡും ഇതേ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ ഇരിക്കുന്ന മൊഡ്യൂളും ഡിസൈനും ഒക്കെ തന്നെ സെയിം ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പൊ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. 188 ഗ്രാം ആണ് ഇതിന്റെ ഒരു ഭാരം വരുന്നത്. 7.9 mm ആണ് തിക്നെസ്സും വരുന്നത്. ഇനി ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കൊടുത്തിട്ടുള്ളത്. പിന്നെ വോളിയം വോക്കേഴ്സ്, മുകളിൽ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, റൈറ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ ഈ ഒരു സിം ട്രേയിൽ ഒരേ സമയത്ത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് 2 സിം ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇ സിമ്മും ഒരു ഫിസിക്കൽ സിമ്മും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോണിൽ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ബ്രാൻഡിലും ഈ സിം സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഫോണിന്റെ താഴ്ഭാഗത്ത് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഇത്രയാണുള്ളത്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോണിന് കിട്ടുന്നത്. 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള മോട്ടോ G34 5G HD+ ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇംപ്രൂവ് ആക്കിയിട്ട് ഫുൾ HD+ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. അതുപോലെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഒരു ഫുൾ ഡിസ്പ്ലേ അല്ല വരുന്നത്. ചെറിയ രീതിയിലുള്ള ബെസൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴ്ഭാഗത്ത് കുറച്ച് അധികം തന്നെ ഉണ്ട്. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റും HDR10 കിട്ടുന്നുണ്ട്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. 1000 നെറ്റ്സ് ആണ് ഇതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതുപോലെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് സൈഡ് വ്യൂയിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യാതൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ യൂട്യൂബിൽ മാക്സിമം കാണാൻ പറ്റുന്ന ക്വാളിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുന്നുണ്ട്. ഇനി ഫോണിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 40 യൂണിസോക്കിന്റെ T760 എന്നുള്ള ഒരു ഒക്ടാ കോർ 5G പ്രോസസ്സറാണ് നമ്മൾ ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സറാണ് യൂണിസോക്കിന്റെ ഈ ഒരു പ്രോസസ്സർ. വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന പ്രോസസ്സർ ഒന്നല്ല, ഒരു നോർമൽ ക്വാളിറ്റി തരുന്ന ഒരു പ്രോസസ്സർ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. മാലി G57 എന്നുള്ള ഒരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗ്രാഫിക്സ് ഒന്നും അത്ര പോരാ, പക്ഷെ കളിക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൻഡ്രോയിഡ് 14 എന്നുള്ളത് നമുക്ക് അപ്ഗ്രേഡ് ആയിട്ട് ആൻഡ്രോയിഡ് 15ലേക്ക് മാറ്റാവുന്നതാണ് അപ്ഡേഷൻ വരുന്ന സമയത്ത്. പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. ഇനി ഈ ഫോൺ 2 വേരിയന്റിലാണ് ഓൺലൈനിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. 4GB 128GB പിന്നെ നമ്മളെ കയ്യിലുള്ള 8GB 128GB. അപ്പോൾ UI നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 8GB 128GB ആണ്. അപ്പോൾ ഈ ഒരു 8GB റാം എന്നുള്ളത് നമുക്ക് എക്സ്പെൻഡബിൾ ആണ്. 8GB കൂടെ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം. 2GB 4GB 8GB എന്നിങ്ങനെ ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ഫോണിൽ നമുക്ക് ഇതേപോലെ എക്സ്പെൻഡബിൾ കിട്ടുന്നുണ്ട്. ഈ ഒരു 8GB ആൻഡ് 128GB UI വരുന്ന പ്രൈസ് 499 dirhams ആണ്. ഇന്ത്യയിൽ നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 11,000 രൂപയാണ്. ഇപ്പൊ ഈ 11,000 രൂപ എന്നുള്ളത് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് കാർഡ് ഓഫറും ക്യാഷ് ബാക്ക് ഒക്കെ ആയിട്ട് നമുക്ക് 10,000 രൂപയുടെ താഴെ ഈ ഫോൺ കിട്ടുന്നതാണ്. LPDDR4X ആണ് റാം വരുന്നത്. അപ്പോൾ പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന് ഒന്നും പറയാനില്ല. അത്യാവശ്യം വേണ്ട നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ പെർഫോമൻസ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇനി ഫോണിൽ 50 മെഗാ മെയിൻ ക്യാമറ, 8 മെഗാ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 16 മെഗാ ഒരു സെൽഫി ക്യാമറ ആണ് വരുന്നത്. നമുക്കറിയാം അധിക ബ്രാൻഡ് ഫോണുകളിലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ
അൾട്രാ വൈഡ് ക്യാമറ കിട്ടാറില്ല. അതിന് ബദൽ ഡെപ്ത് സെൻസറാണ് കൊടുക്കാറ്. മോട്ടോറോള നമുക്ക് ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ക്യാമറ തന്നിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, നല്ല ഉപകാരമായിട്ടുള്ള ക്യാമറ ആണ് അൾട്രാ വൈഡ് ക്യാമറ. ഇനി ഫോണിന്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം വീഡിയോന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ക്യാമറ സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഫോട്ടോയിൽ ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്, ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റിൽ നമുക്കിവിടെ ബ്ലർ എത്ര വേണമെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോ മോഡിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സെറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പനോരമ, ടൈം ലാപ്സ്, നൈറ്റ് വിഷൻ, ഇത്ര ഓപ്ഷനാണുള്ളത്. അപ്പോൾ ക്യാമറയിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ക്യാമറ സാമ്പിൾസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഇതിൻ്റെ വീഡിയോൻ്റെ ഫോട്ടോൻ്റെ ക്വാളിറ്റി എന്ന്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പോർട്രേറ്റിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ടും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഫോണുകളിലൊക്കെ ക്യാമറ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ എത്രയോ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു ക്യാമറയിൽ കിട്ടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ വീഡിയോക്ക് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ നടന്നെടുത്തിട്ട് പോലും ഷെയ്ക്കൊന്നും വരുന്നില്ല വീഡിയോക്ക്. അപ്പോൾ 4K റെസൊല്യൂഷൻ കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കാണാറ് തന്നെയില്ല 4K. 15,000-16,000 രൂപയുടെ ഫോണിൽ പോലും കാണുന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിൽ നമുക്ക് 4K കിട്ടിയത് നല്ലൊരു കാര്യം തന്നെയാണ്. വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു നോർമൽ ക്വാളിറ്റിയാണ് ഇതിലും കിട്ടുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റിയൊക്കെ ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ സെൽഫി ക്യാമറയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെയാണ് കിട്ടുന്നത്. പോർട്രേറ്റ് ഒക്കെ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല ക്യാമറ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്നോ മാളിൻ്റെ അകത്തുനിന്നോ റൂമിൻ്റെ അകത്തുനിന്നോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു യെല്ലോ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ആ ഒരു പ്രോബ്ലം മാത്രമാണ് എനിക്ക് ഇതിൻ്റെ ക്യാമറ തോന്നിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഷെയ്ക്കൊക്കെ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അത്ര ഷെയ്ക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് വലിയ ക്വാളിറ്റി ഒന്നും കാണാൻ സാധിച്ചില്ല, ഒരു നോർമൽ ക്വാളിറ്റി. ഇനി ഈ ഒരു പ്രൈസിലും വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഡോൾബി അറ്റ്മോസും വരുന്നുണ്ട്. ഈ ഡോൾബി അറ്റ്മോസ് ഓൾമോസ്റ്റ് മോട്ടോറോള ഫോണിലും ഉണ്ട്. അപ്പോൾ ഫോണിന്റെ സൗണ്ട് എത്രമാത്രം ലൗഡ് ആണ് എന്ന് നമുക്ക് കേട്ടു നോക്കാം. Accident. What happened? Is Eric okay? We just had a major seismic event. The New Madrid fault is the largest on this continent. We gotta go! It's too late! ഇപ്പോൾ സൗണ്ടൊക്കെ നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെ കിട്ടുന്നത്, നല്ല ക്ലിയർ സൗണ്ട് ഉണ്ട്. എത്രമാത്രം ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് സൗണ്ടിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റിയെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കേൾക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി സൗണ്ട്, നല്ല ലൗഡ് സൗണ്ടും കിട്ടുന്നുണ്ട്. അടിപൊളിയാണ് സൗണ്ട്. ഇനി ഫോണിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത്. രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയൊരു സ്പീഡില്ല, ഒരു നോർമൽ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ ടച്ച് ആവുന്ന സമയത്ത് സെൻസ് ആയിട്ട് വരുന്നില്ല, ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ ഫേസ് ലോക്ക് നോക്കുന്ന സമയത്ത് ഫിംഗർ പ്രിന്റിനെക്കാട്ടും കുറച്ചും കൂടെ സ്പീഡിൽ ഫേസ് ലോക്ക് വർക്ക് ആവുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 5 GHz സപ്പോർട്ടാണ്. പിന്നെ 10ഓളം വാൻഡുകൾ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്, സ്ക്രീൻ മിററിങ്, NFC ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ മോട്ടോയിലും ഉള്ളതേപോലെ തന്നെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് കത്തുന്നത്, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് വരുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്, യാതൊരു മാറ്റമില്ല. ഇനി ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്.
ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ കൂടെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 20 വാട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ 20 വാട്ട് ചാർജർ വെച്ചിട്ട് ഈ 5000 mAh ബാറ്ററി ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഇപ്പോൾ ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 2-3 ദിവസമൊക്കെ ഞാൻ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നോർമൽ യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഫോണാണ്. കുറഞ്ഞ പ്രൈസിൽ 5G വേണം, അതും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണും കൂടാണിത്. ഒരു ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും വേണോ അതൊക്കെ ഇതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 17,000-16,000 രൂപ റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാറ്. ആ ഫീച്ചേഴ്സൊക്കെ മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. മോട്ടോറോളിൻ്റെ ഓൾമോസ്റ്റ് ലോ ബഡ്ജറ്റ് ഫോണിലും ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിലും റാം ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിലും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ തന്നെ അടിപൊളിയാണ് വരുന്നത്. അതുപോലെ ക്യാമറ സൈഡ് നോക്കുന്ന സമയത്തും വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ സാമ്പിൾസ് കണ്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ഫോൺ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കണ്ട, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കണ്ട, അങ്ങനെയുള്ള ഫോണല്ല അത്. എല്ലാം കൂടെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു യൂസ് ചെയ്യാം എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഫോൺ മാത്രമാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കുറേ ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണുള്ളതെന്ന് നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.